ഇന്ന് ആശയധാരയുടെ പേരിൽ അവര് 8, 10, 12 വിഭാഗങ്ങളായി ചേരിതിരിയുകയും കേരളത്തിൽ ഛിന്ന ഭിന്നമാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് നാം കടന്നു പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഉപ്പളയിൽ കുറച്ചു ദിവസം മുമ്പ് അലവി സഖാഫിയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ AP, EK, ആനാചാന തുടങ്ങിയ സർവ്വ ഗ്രൂപ്പുകളെയും അണിനിരത്തിക്കൊണ്ട് ഒരു മുഖാമുഖ നാടകം സംഘടിപ്പിച്ചു. അതിന് കാരണം കുറച്ചു ദിവസം മുമ്പ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവിടെ ഒരു മുജാഹിദ് ആദർശ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. അതിൽ വലിയ ജനാവലിയാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള നാട്ടുകാരൊക്കെ അവിടെ വന്ന് ആ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയും അത് വിലയിരുത്തുകയും ഒക്കെ ചെയ്തു. അതിൽ വിരളിപ്പൂണ്ട പുരോഹിത വർഗം കൂട്ടത്തോടെ വന്നുകൊണ്ടൊരു മുഖാമുഖ നാടകം സംഘടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു. ആ മുഖാമുഖ നാടകത്തിൽ ഒരു കുബൂരി പുരോഹിതൻ സ്വാഗത ഭാഷണം നടത്തിക്കൊണ്ട് സംസാരിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സുഹൃത്തുക്കളെ, സമസ്ത എന്തിനാണ് രൂപീകരിച്ചത്? അവർ തന്നെ പറയാറുണ്ട് മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടിയാണ്. എന്താണ് മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടി കാരണം? മുജാഹിദുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നു. പ്രവാചകനോ സഹാബാക്കളോ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് മുജാഹിദിനെ അവർ എതിർക്കുന്നത്. അതായത് മരിച്ചുപോയ മഹാന്മാരെയൊക്കെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത്തരത്തിലുള്ള വാദങ്ങൾ തെറ്റാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഒന്നാമതായി നമ്മളെ എതിർക്കാൻ വേണ്ടി കാരണം. ഇനി അവർ തന്നെ പറയുന്ന രണ്ടാമത്തെ കാരണം എന്താണ്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്നതാണ്. എൻ്റെ വക പറഞ്ഞതല്ല, സമസ്ത മുസ്ലിയാക്കന്മാർ പറയുന്നത് തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇവിടെ ഈ മുഖാമുഖ നാടകത്തിന് സ്വാഗത ഭാഷണം നടത്തിക്കൊണ്ട് സംസാരിച്ച പുരോഹിതൻ പറയുന്നത് കേട്ടോ. 1920 കാലഘട്ടങ്ങളിൽ ഇല്ലായ്മ ചെയ്യപ്പെടുകയും പുതിയ ഒരു ആശയം, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആശയം അവിടെ ഉത്ഭവിക്കുകയും കേരളത്തിന്റെ മുസ്ലിമീങ്ങള് മറ്റേതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ളതുപോലെ അവർ ഭീകരവാദികളും തീവ്രവാദികളുമായി മാറിപ്പോകുമെന്ന് ചിന്തിച്ചപ്പോഴായിരുന്നു 1926 കാലങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം നൽകുന്നത്. ഇത് പുതിയ കണ്ടെത്തലാണ്. ജമിയത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ഒരു പണ്ഡിത സഭയെ പിളർത്തിക്കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അതിന് കാരണം ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിത വർഗത്തിന് അവരുടെ നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാകുന്നു ഈ ജമിയത്തുൽ ഉലമ എന്നത് കൊണ്ടാണ്, ഇവരുടെ ഒരു ഉഡായിപ്പം ഇവിടെ നടക്കുന്നില്ല എന്നൊക്കെ കണ്ടതുകൊണ്ടാണ് അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിട്ടുകൊണ്ട് വേറൊരു സംഘടന ഉണ്ടാക്കി പിരിഞ്ഞു പോയത്. ഈ പിളർത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 100 കൊല്ലം തികയാൻ പോവുകയാണ്. അന്നേരം അതിന് മുമ്പേ തന്നെ എന്തുണ്ട്? ഇയാൾ തന്നെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇവരുടെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊന്നുണ്ട് എന്ന് ഇവർ തന്നെ പറഞ്ഞല്ലോ. അതിനെ എതിർക്കാൻ വേണ്ടിയാണല്ലോ ഇവരുണ്ടാക്കിയത്. ഇപ്പോൾ സ്വാഭാവികമാണ് 100 കൊല്ലം തികഞ്ഞ ഒരു ടീം ഇവിടെ നിലവിലുണ്ട്. അതായത് മുജാഹിദുകൾ അന്ന് മുതലേ ഉണ്ട് എന്ന് ഇവർ തന്നെ പറഞ്ഞു. ഇനി ശ്രോതാക്കളായിട്ടുള്ള സമസ്തക്കാരാകട്ടെ മുജാഹിദാകട്ടെ ആരുമാകട്ടെ അവരൊക്കെ ഈ കേരളത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. മലയാളം തന്നെയാണല്ലോ അവരൊക്കെ സംസാരിക്കുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ ഇടയിൽ തന്നെയാണല്ലോ ഇവരൊക്കെ ജീവിക്കുന്നത്. ജ്യേഷ്ഠനായും അനുജനായും അയൽവാസിയായും ബന്ധുക്കളായും അല്ലാതെയും ഒക്കെയായി ഇവരൊക്കെ പരസ്പരം ഒന്നിച്ചാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി നിങ്ങൾക്ക് പരിചയമുള്ള കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരോ പ്രബോധകരോ എവിടെയെങ്കിലും തീവ്രവാദത്തിന്റെ പ്രഭാഷണം നടത്തുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തീവ്രവാദ പ്രവർത്തകർ നടത്തിയതായി നിങ്ങൾക്ക് വല്ലതും കാണിക്കാൻ വേണ്ടി പറ്റുമോ? കുറെ കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാത്ത സംഘികളുടെ അതേ നയമാണ് ഈ കുബൂരി ഇവിടെ നടത്തിയത്. മുജാഹിദുകളെ പ്രമാണം കൊണ്ട് നേരിടാൻ കഴിയില്ല, പിന്നെ ആരോപണം പറഞ്ഞ് നേരിടുക. അത് സംഘികൾ എങ്ങനെയാണോ നടത്തുന്നത് അതേപോലെ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് ചില സംഘികളും ക്രിസംഘികളും പറയാറുണ്ടല്ലോ. എന്നതുപോലെ തന്നെയാണ് ഇവിടെ ഈ പുരോഹിതനും ഈ ഒരു രീതിയിലുള്ള സംസാരം നടത്താൻ കാരണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമസ്ത എന്തിനാ രൂപീകരിച്ചതെന്ന് ഒരു കുബൂരി പറയുന്നത് കേൾക്കുക. സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്, ഈ പണ്ഡിത സഭ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. അതിൻ്റെ വിഷയമാണ് ഇവിടെ നടക്കുന്നത്. സമസ്ത ഉണ്ടാക്കിയത് വഹാബികളെയും പുത്തൻവാദികളായ എല്ലാവരെയും എതിർക്കാൻ വേണ്ടിയാണ്. ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം. ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തിനാണ് ഉണ്ടാക്കിയത്? വഹാബികളെയും പുത്തൻവാദികളെയും എതിർക്കാൻ. ഉടുക്കാനും പുതുക്കാനും പുത്തൻവാദവും മികച്ച ആശയവും വെച്ച് പുലർത്തുന്ന ഖുറാഫിയാണ് ഇത് പറയുന്നത് എന്നത് വേറൊരു വിഷയം. കാന്തപുരം ആത്മീയ ചൂഷണത്തിനെതിരെ പ്രഭാഷണം നടത്തിയാൽ എന്തായിരിക്കും? അതുപോലെയുള്ള ഒരു സംസാരം മാത്രമായി നമ്മൾ അതിനെ കാണുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്? മുജാഹിദുകളെ എതിർക്കാൻ. എന്തിനാണ് മുജാഹിദുകളെ എതിർക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു മുസ്ലിയാരും കൂടി പറയട്ടെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. ഈ പച്ചക്കുബൂരി പറയുന്നത് നമ്മൾ കേട്ടു. എന്താണ്? വലിയൊരു സമൂഹത്തെ പടുത്തുയർത്താൻ. എന്തിനു വേണ്ടി? അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി.
ഔസുൽ ആലം യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെ നീട്ടി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് ഈ പറയുന്ന സമസ്താലയം എന്ന് പറയുന്ന കൂടാരം നിർമ്മിച്ചത് എന്നാണ് ഇപ്പോൾ ഈ ഒരു കുബൂരി പറഞ്ഞത്. മറ്റൊരു കുബൂരി പറഞ്ഞത് ഇതിനൊക്കെ എതിർക്കുന്ന ആളുകളെ എതിർക്കുവാൻ വേണ്ടി, അതായത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് ശിർക്കിലേക്കും കുഫ്രിലേക്കും സമൂഹത്തെ തളച്ചിടുന്ന പുരോഹിത വർഗത്തിന്റെ പിഴച്ച ആശയങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് നേരിടുന്ന വഹാബികളെ, മുജാഹിദുകളെ, സെലഫികളെ എതിർക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്ന സമസ്താലയം എന്ന് പറയുന്ന പിഴച്ച കൂടാരം നിർമ്മിച്ചത് എന്നാണ് മറ്റേ പുരോഹിതനും പറഞ്ഞത്. ഇല്ലാത്ത തീവ്രവാദം പറഞ്ഞ ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമമാണ് സ്വാഗത ഭാഷണം നടത്തിയ പടുകു റാഫി മുഖാമുഖ നാടകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിയാർ തുടർന്ന് പറയട്ടെ. കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതിനു ശേഷം ഈ 100 വർഷത്തിനിടയിൽ കേരളക്കരയിലെ പുത്തനാശയക്കാരുടെ അതുവരെ നവോത്ഥാനത്തിന്റെ നായകർ ഞങ്ങളാണെന്ന് നാടികൾക്ക് 40 വട്ടം കൂകിയവരൊക്കെയും അവരുടെ ചരിത്രം ഇന്ന് പരിശോധിച്ചു നോക്കൂ. ഇന്ന് ആശയധാരയുടെ പേരിൽ അവര് 8ഉം 10ഉം 12ഉം വിഭാഗങ്ങളായി ചേരിതിരിയുകയും കേരളത്തിൽ ഛിന്ന ഭിന്നമാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത്. സ്റ്റേജിലും സദസ്സിലുമായി കാക്കത്തൊള്ളായിരം സമസ്താലയത്തിന്റെ വിവിധ ഗ്രൂപ്പുകളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഇവിടെ ഈ പുരോഹിതൻ ഇപ്പോൾ എന്താ പറഞ്ഞത്? അയാളെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് കൂവിയത്? മുജാഹിദുകൾ കുറെ വിഭാഗങ്ങളായി 8ഉം 10ഉം 12ഉം ഒക്കെ ഗ്രൂപ്പുകളായി എന്നാ പറഞ്ഞത്. അല്ല മോയന്തേ, നിന്റെ മുന്നിലും പിന്നിലും ഒക്കെ ഇരിക്കുന്നത് ആരൊക്കെയാണ്? പന്നിപ്പേറ് പോലെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളല്ലേ നിന്റെ മുന്നിലും പിന്നിലും ഇരിക്കുന്നത്? എന്നിട്ടാണോ നീ വന്ന് മൈക്കിലൂടെ കൂക്കി പറയുന്നത്? നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂക്കി പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞത് മുജാഹിദുകൾ 10ഉം 12ഉം ഗ്രൂപ്പായി. നിന്റെ ഗ്രൂപ്പിന്റെ സാമ്പിള് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് തന്നെ വന്നൊരു ഉസ്താദ് പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണല്ലോ. അതുകൊണ്ട് ഉമർ ഫൈസി ഉസ്താദ് നിങ്ങൾക്ക് ഗ്രൂപ്പ് എണ്ണിത്തരും, അതൊന്ന് ഫോൺ മുറുക്കെ പിടിച്ച് കേൾക്കുക. നിങ്ങളുടേതാണ് ഫോൺ എന്ന ഓർമ്മയും ഉണ്ടാകണം, എറിഞ്ഞു പൊട്ടിക്കരുത്. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. അസ്സലാമു അലൈക്കും. മോലിയന്മാരെ ഗ്രൂപ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം. മുസ്ലിംമാരെ ഗ്രൂപ്പ് അല്ലേ, പട്ടിക്കാട് കോളേജിൽക്കാട് കയറി ചെല്ലുമ്പോ അതിന്റെ ബോർഡുമ്പോ നോക്കിക്കൊണ്ടു ജാമിയ നൂരിയ. എവിടുന്നേടാ നൂരിയ വന്നത് അല്ലേ? നൂരിഷാ ത്വരീഖത്തിന്റെ അക്കീദ വെച്ചതുകൊണ്ടല്ലേ നിങ്ങൾ അവരെ പുറത്താക്കിയത്? ആ കോളേജിന്റെ ബോർഡുമ്പോ നൂരിയ എന്ന് ഒഴിവാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ EPE എന്താ പറഞ്ഞത്? ഈ AP വിഭാഗത്തിന്റെ പ്രസിഡന്റ് ഉള്ളാളം തങ്ങൾ പറഞ്ഞത് ഈക്ക കാഫിറാണ്, പഴച്ചു പോയി വക്കത് കഫറാന്ന്. അബൂബക്കർ മുസ്ലിയാർ തിരിച്ച് നിങ്ങളെ പറ്റി പറഞ്ഞ എന്താണ്? നിങ്ങളുടെ APക്കാരുടെ തുണി പൊക്കി വെക്കി ഒറ്റൊന്നും സുന്നത്തല്ലാണ് കഴിച്ചിട്ടുണ്ടാവില്ല, ഒക്കെ നാരായണക്കുട്ടിന്റെ മോഡലായിരിക്കുന്നു അല്ലേ? മാത്രല്ല നിങ്ങളിൽ നിന്ന് പൊട്ടി പിരിഞ്ഞു പോയതല്ലേ കൊണ്ടോട്ടി ത്വരീഖത്ത്, കോരൂര് ത്വരീഖത്ത്, ചോറ്റൂർ ത്വരീഖത്ത്, നൂരിഷാ ത്വരീഖത്ത്, ശംഷിയ ത്വരീഖത്ത്, തീജാനി ത്വരീഖത്ത്, വടകര ത്വരീഖത്ത്, പട്ടിക്കാട് ത്വരീഖത്ത്, ബഗ്ദാദി ത്വരീഖത്ത്, ഹമദാനി ത്വരീഖത്ത്, മുതുമ്മൽ ത്വരീഖത്ത്, അകലാട് ത്വരീഖത്ത്, പുലാമന്തോൾ ത്വരീഖത്ത്, ആലുവ ത്വരീഖത്ത്, വേങ്ങാട് ത്വരീഖത്ത്, കക്കാട് ത്വരീഖത്ത്, ആലന്തറ ത്വരീഖത്ത്, കാളന്തോട് ത്വരീഖത്ത്, പൂക്കടശ്ശേരി ത്വരീഖത്ത്, പടപ്പറമ്പ് ത്വരീഖത്ത്, തുളിക്കോട് ത്വരീഖത്ത്. എത്രണ്ണായി? 21 പിന്നെ അതിൽ AP 22, EK 23, ദക്ഷിണ 24, സമസ്ഥാന 25. എത്ര എണ്ണായി മക്കളെ? നിങ്ങൾ 25 ഞങ്ങള് ഒരു 10 ഞങ്ങൾ ഇതുകൊണ്ട് കൂട്ടിക്കോ, ബാക്കി 15 നിങ്ങൾ തന്നെയല്ലേ അല്ലെ? എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പ് 2 എന്താ നിങ്ങൾ കാട്ടിയത്? മുസ്താഫൈസി അൽ മുബാറക്കിൽ നിങ്ങളെ സമസ്തനെ പറ്റി എഴുതിയത് എന്താ അറിയോ? ആലി ബാപ്പി 41 കള്ളന്മാരും. മനസ്സിലായില്ലേ? ആലി ബാപ്പി 41 കള്ളന്മാരും. സമസ്ത മുഷാവറ ഉസ്താദുമാര് 40 മെമ്പർമാരാണുള്ള മുഷാവറയിൽ, ഓലെ പറ്റിയാണ് എഴുതിയത് 41 കള്ളന്മാര് അല്ലെ? മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമാനെ പറ്റി മുസ്താഫൈസി എന്താണ്? മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയിൽ ആരൊക്കെയുള്ള? കോട്ടമല ബോക്കർ മുസ്ലിയാർ, KK ബോക്കർ ഹസരത്ത് മുസ്ലിയാർ, അതുപോലെ തന്നെ കാളമ്പാടി ഉസ്താദ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ ഇല്ലേ? ആ ജംഇയ്യത്തുൽ ഉലമാനെ പറ്റി മുസ്താഫൈസി എഴുതിയത് എന്താണ്? ജാമൂസുകളുടെ ജില്ല, പോത്തുകാള ജില്ല. മനസ്സിലായില്ലേ? ആ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മോനെ നടു റോട്ടിലിട്ട് പേപ്പട്ടിനെ തച്ചൊല്ലും പോലെ തച്ചൊന്നിലിട നിങ്ങള് ഗ്രൂപ്പിസം കളിച്ചുകൊണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ വരാൻ പറ്റിയിൽ ഒളിയത്തറക്കാൻ വേണ്ടി കൊണ്ടുവന്ന മൃഗത്തെ അറുത്തോനെ പിടിച്ച് അപ്പൊ തന്നെ അറുത്ത്. ഒളിയത്തിന്റെ മൃഗത്തെ അറുത്തതിനെന്ത് ചെയ്തു? കുഴിച്ചിട്ടു അല്ലെ? ആകാശത്തിന്റെ ചോട്ടില് ഭൂമിന്റെ മുകളില് ആദം അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഒരു ബലി കർമ്മം നടത്തിയിട്ട് അതിനെ മണ്ണ് കുഴിച്ചിടേണ്ട ഒരു ഗതികേട് അള്ളാന്റെ ഭൂമിയിൽ ഇങ്ങക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് മക്കളെ? നിങ്ങളാണോ എന്നിട്ട് ഞങ്ങളോട് ഗ്രൂപ്പിസം പറഞ്ഞ് അയ്യയ്യേ നാണക്കേട്. അസ്സലാമു അലൈക്കും. അപ്പോ നിങ്ങൾക്കെല്ലാം പള്ള നിറഞ്ഞല്ലോ. ഇനി അടുത്ത് ബാക്കി നമുക്ക് കേൾക്കാം. മൗലാർ ബാക്കിയും കൂടിയും പറയുന്നുണ്ട്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്തിനാണ് ചാരിതാർത്ഥ്യം? ഉപ്പള പ്രദേശത്തിലെ ഉപ്പണ്ണൻകുടി പ്രദേശത്തിലെ പരിശുദ്ധമായ അഹ്ലുസുന്നയുടെ മുഴുവനും പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അത് വെറുതെ, അത് നിങ്ങളെ വകയാണ്.
നല്ല ബേജാറോടുകൂടിയാണ് പരിപാടി നടത്തിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാറ്റിനെയും കോക്ടെയിൽ രൂപത്തിലായത്. ഇങ്ങനെ എല്ലാറ്റിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ പരിപാടി നടത്താനുള്ളൊരു കാരണം, മുജാഹിദുകൾ സമ്മേളനം നടത്തി നിങ്ങൾക്ക് നല്ല ബേജാറുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് കേൾക്കുകയും അവരൊക്കെ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോഴുണ്ടായ ബേജാറിൽ നിന്ന്, അതായത് മുസ്ലിയാക്കന്മാരുടെ കാലിനടിയിലെ മണ്ണൊലിച്ച് പോകുന്നുണ്ട് എന്നുള്ള ബേജാറിൽ നിന്നാണ് ആ പരിപാടി നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും ബേജാറ് നിങ്ങൾക്കൊക്കെ ഈ പരിപാടി നടത്തുമ്പോഴും. ഏതായാലും ബാക്കിയും കൂടിയും പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് പ്രചോദിതരായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വിസ്റ്റം വിഭാഗത്തിന് ഞങ്ങളുടെ എല്ലാ നന്ദികളും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. സന്തോഷം. മുജാഹിദുകൾ നിങ്ങളോടാ ശരിക്കും നന്ദി പറയേണ്ടത്. നിങ്ങളെല്ലാറ്റിനെയും ഒന്നിച്ചിട്ട് കിട്ടിയല്ലോ. മുജാഹിദുകൾ ഇല്ലെങ്കിൽ മുജാഹിദുകൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഇത് ഞങ്ങളുമായി ബന്ധമില്ല, അത് മറ്റേ ടീമാണ്, ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത് ഈ ടീമാണ്, അങ്ങനെ പറയുന്നുണ്ടല്ലോ അത് ആ ടീമാണ്, ഞങ്ങളുമായി ഇതിനൊന്നും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യൊയ്യാറുണ്ടല്ലോ. ഇപ്പോൾ അതുണ്ടാകില്ലല്ലോ. നിങ്ങളൊക്കെ ഒറ്റ കെട്ടാണല്ലോ, ഒറ്റ ആശയത്തിന്റെ ആളുകളാണല്ലോ നിങ്ങൾ. പിന്നെ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ബാക്കിയും കൂടി പറയാം. അതേ മുജാഹിദ് വിഭാഗം ഞങ്ങളാണെന്ന് പറയുന്ന മറുവിഭാഗം അവരെ കാഫിരീങ്ങളും മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നവരാണ് മറുവിഭാഗമെന്ന് ധൈര്യത്തോടെ ഇവിടെ വന്ന് പ്രസംഗിച്ച ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഷാർജക്കാരനായ അവരുടെ പണ്ഡിതനോട് ഞങ്ങൾക്ക് ഒരു കാര്യം ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഞങ്ങളുടെ നേതാക്കൾ ചോദിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാതെ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇന്ന് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത് ഏതെങ്കിലും ഒരു റേഡിയോ സംവിധാനത്തിലൂടെയുള്ള പ്രഭാഷണമല്ല. അല്ല, സാധാരണ നിങ്ങൾ റേഡിയോ സംവിധാനത്തിലൂടെയാണോ പ്രഭാഷണം നടത്താറുള്ളത്? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. പിന്നെ മുജാഹിദുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറൊക്കെ ഉടുപ്പുണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? ഒന്നിച്ചിരിക്കുന്ന ഈ സമസ്തക്കാർ നിങ്ങളെ വെറുതെ വിടുവോ? ഏതായാലും നിങ്ങൾ ബാക്കിയും കൂടിയും പറയാം. നിങ്ങൾക്ക് ശേഷം ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ പറഞ്ഞതെന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഭാഗത്തിലേക്ക് മാത്രമുള്ള പ്രഭാഷണമല്ല, അപ്പൊ എല്ലാ ഭാഗക്കാർക്കും കൂടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അവിടെ ഒരു ഗണന വരാൻ പോകുന്നുണ്ട്. ആ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകണം. മറിച്ച് ഞങ്ങള് എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടിയുള്ള സന്ദേശവും ആഹ്വാനവും നൽകിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖാമുഖം എന്ന പരിപാടിയാണ്. ഒരാൾക്ക് ഒരു ചോദിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായി ഇരിപ്പിടം തയ്യാർ ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ചോദിക്കുന്ന ചോദ്യം ഇവിടുത്തെ സലഫി വിഭാഗത്തിന്റെ എത്ര വലിയ നേതാവ് വന്നാലും ഞങ്ങൾ വളരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഇവിടെ ഇരുത്തിയിട്ട് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യവും അതിന് തക്കതായ മറുപടിയും ഇവിടെ നൽകുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട്. ആവേശമൊക്കെ നല്ല തന്നെയാണ്. നിങ്ങൾ നടത്തുന്ന പല മുഖാമുഖത്തിനും ചോദ്യത്തിനും മറുപടി കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഈ അലവി സക്കാഫിയൊക്കെ മറുപടി കൊടുക്കുന്ന കോലം ഞങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് സംസാരം ചുരുക്കുകയാണ്. അഭിമന്യരായ സാദാത്തുക്കളുണ്ട്, നേതാക്കളുണ്ട് ഇവിടെ പ്രഭാഷണം നടത്താൻ ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ SKSSF-ന്റെ ഈ പരിസരത്തുള്ള നേതാക്കളെല്ലാം ഇതിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. SYS-ന്റെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. SSF-ന്റെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഞങ്ങളെ ആരെങ്കിലും ഇന്നേ വരെ ഈ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ സുന്നികള് 4 തട്ടിലാണ്, സുന്നികൾ 5 തട്ടിലാണെന്ന് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നവരോട് എല്ലാ മൗലാരെ, നിങ്ങൾ ഈ മുജാഹിദിന്റെ ഗ്രൂപ്പെല്ലാം എണ്ണിയല്ലേ ഇവിടുന്ന്? ആ സമയത്ത് ഈ പറയുന്ന കാര്യം ഒന്നും ഓർത്തില്ലേ? നിങ്ങളുടെ പല ടീമും കൂടി ഒന്നിച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നതെന്ന്. പിന്നെ നിങ്ങൾ 4 തട്ടിലാണ് 5 തട്ടിലാണ് എന്നല്ല, നിങ്ങൾ പന്നിപ്പേറ് പോലെ 1,000 ഗ്രൂപ്പുകളാണ് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഇനി ഞങ്ങളെല്ലാം ഉദ്ദേശിച്ചെങ്കിലും ഞങ്ങൾ വിട്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായല്ലേ നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന്. നേരത്തെ ഉമർ ഫൈസി ഉസ്താദ് കുറച്ച് ഗ്രൂപ്പുകളുടെ പേരുകൾ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. ആട്ടെ, നിങ്ങൾ ഒറ്റ ആശയക്കാരാണല്ലോ. നിങ്ങൾ പന്നിപ്പേറുകളുടെ ഗ്രൂപ്പുകളാണ്, ഒറ്റ ആശയക്കാരാണല്ലോ. ഒരു കാര്യമേ പറയാനുള്ളൂ. ഞങ്ങൾ എത്ര വിഭാഗമായി അല്ലെങ്കിൽ എത്ര സംഘടനപരമായി വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആദർശം ഒരേ ഒരു ആദർശമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. ഞങ്ങൾ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കുന്നവരാണ്. ഞങ്ങൾ ഖുതുബിയത്ത് ചൊല്ലുന്നവരാണ്. ഞങ്ങൾ റാത്തീബ് കഴിക്കുന്നവരാണ്. ഞങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവരാണ്. ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഉറൂസ് സംഘടിപ്പിക്കുന്നവരാണ്. അതിന്റെ പേരിൽ ഞങ്ങൾ ഭക്ഷണം നൽകുന്നവരാണ്. ഞങ്ങൾക്ക് ആദർശപരമായി വിശ്വാസപരമായി ഞങ്ങളുടെ ഒരു തർക്കവും സമാധാനായി ഒരൊറ്റ ആശയത്തിന്റെ ആൾക്കാരാണ്. സുന്നത്തിലാകട്ടെ, ഫർദിലാകട്ടെ, ഖുറാഫാത്തിലാകട്ടെ, ഷിർക്കിലാകട്ടെ, ബിദ്അത്തിലാകട്ടെ, എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നിങ്ങൾ ഒറ്റക്കെട്ടാണ്. സമസ്തക്കാരും മുജാഹിദുകളും തർക്കത്തിലുള്ള ഏത് വിഷയമാകട്ടെ ആ വിഷയത്തിലൊക്കെ
നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണെന്ന് മുസ്ലിയാർ പറഞ്ഞു. ഇനി എപ്പോഴും ഇത് ഓർമ്മയുണ്ടാകണം, മറന്നു പോകരുത്. എപ്പോഴും ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി ഞങ്ങളിതൊക്കെ പറയുമ്പോൾ തള്ളിപ്പറയാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും പറഞ്ഞ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് മുസ്ലിയാർ തുടർന്ന് പറയട്ടെ. എന്നൊന്നുകൂടി നിങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളുമായി വന്നാൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അത് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ അത്രേ മൂപ്പർക്ക് പറയാനുള്ളൂ, കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഇവരൊക്കെ ഒറ്റക്കെട്ടാണേ, അത് മറന്നു പോകരുത്. ഒറ്റ സുന്നത്തിന്റെയോ ഒറ്റ ബിദഅത്തിന്റെയോ ഒറ്റ ഖുറാഫാത്തിന്റെയോ ഒക്കെ ആളുകളാണ്. അപ്പോൾ ഇവർക്കെതിരെ സംസാരിച്ച ഇവർ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ശരിക്കും ഓർമ്മ വേണം. ഇപ്പോൾ ഞാൻ അവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരില്ലേ, അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഏത് ഹോസ്പിറ്റലാണ്? ഒരു വഹാബിയുടെ ഹോസ്പിറ്റലാണല്ലോ. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുബ്തഇയായ, പിഴച്ചവനായ, കാഫിറായ ആളുടെ ഹോസ്പിറ്റലിലേക്കാണല്ലോ. എന്നാൽ ഒരു രോഗി സി എം മടവൂരിൻ എന്ന് പറയുന്ന ഇവരുടെ ഔലിയ ഉണ്ടല്ലോ, മജുദൂബായ ഷെയ്ഖ്, അതായത് പ്രാന്തനായ ഷെയ്ഖില്ലേ, ആ കാക്കാൻ്റെ അടുക്ക പോയി കഴിഞ്ഞാലല്ലേ പറയാറ് നിങ്ങൾക്ക് രോഗം വേണ്ടാന്ന്. അള്ളാഹിനോട് പ്രാർത്ഥിക്കാതെ അള്ളാഹു മെഷ്ഫീന്നൊന്നും പറയാതെ നിങ്ങൾക്ക് രോഗം വേണ്ടാന്ന് പറഞ്ഞാൽ രോഗം നിൽക്കും. അതിന് മാത്രം കഴിവില്ല ചെങ്ങായിയാണ് ഈ സി എം മടവൂരി, അതായത് പ്രാന്തനായ ഷെയ്ഖ്. ആ കാക്കാൻ്റെ അടുക്ക പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഉപ്പാക്ക് സുഖമില്ലാണ്ടായപ്പോൾ കാണിക്കാൻ വേണ്ടി പോയി. കാണിക്കാൻ പോയപ്പോ സി എം മടവൂർ എന്ന് പറയുന്ന ആ പ്രാന്തൻ പറഞ്ഞു കൊടുത്ത ഒരു സംഭവം ഒരു കുബൂരി പറയുന്നുണ്ട്. തള്ളാകാനേ ചാൻസ് ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഏതായാലും നമുക്ക് കേൾക്കാം. എന്തായാലും ഈ പന്നിപ്പേരുകൾക്ക് കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകൾ ഒന്നിച്ചു നടത്തിയ പരിപാടിയല്ലേ, അപ്പോ ഇവർക്ക് ഇതെല്ലാം സ്വീകാര്യമാണല്ലോ. ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ഖുതുബുൽ ആലമിന്റെ അടുക്കൽ വന്നപ്പോ കാഫിർ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പേര്, ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ ശൈഖുന പറയുകയാണ് അവൻ വഹാബിയാണ്, അവൻ മൂമിനല്ല കാഫിറാണ്. ഇയാളുടെ നാവിന്റെ പ്രസ്താവനയാണ്. ഒരു സംശയമാണ്, നിങ്ങൾ ഈ മൊത്തം ഗ്രൂപ്പുകാർക്കും സെലഫികൾ കാഫിറാണ് എന്ന വാദം തന്നെയാണോ? നിങ്ങളുടെ ഔലിയാണ് പറഞ്ഞത്, നിങ്ങൾ ഔലിയ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുബൂരിയാണ് ഈ പറയുന്നത്. തള്ളാണോ സത്യമാണെന്നും ഞങ്ങൾക്കറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഞങ്ങളൊക്കെ കാഫിറാണെന്ന വാദമുണ്ടോ? എല്ലാ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ 1-ാം നമ്പർ വഹാബിയാണ് തുടർന്ന് നിസ്കരിക്കാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൈകൊടുത്ത് സലാം പറയുന്നത് ഷെയ്ഖ് സുദൈസിനെയാണ്. നൈമി എന്ന് പറയുന്ന മറ്റൊരു ഖുറാഫി കൈകൊടുത്ത് സലാം പറയുന്നൊക്കെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിക്കൊണ്ട് കുഞ്ഞാളുകളെ കൊണ്ട് ലൈക്കും കമന്റും മാഷാ അല്ലാഹും ഒക്കെ ആയിക്കൊണ്ട് ആഘോഷിച്ചതല്ലേ. അതുപോലെ ടി പി അബ്ദുള്ള കോയ മദനിക്ക് കൈകൊടുത്തുകൊണ്ട് വട്ടുകേസ് റഹ്മത്തുള്ള കാസിമിന്റെ ഫോട്ടോ ഞങ്ങൾ കണ്ടതാണ്. അമ്പലക്കട അമീദ് ഫൈസിയും ഇതുപോലെ കൈ കൊടുത്തിട്ടുണ്ട്. പൂക്കോട്ടുകാരൻ 1-ാം നമ്പർ വഹാബിനെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ 1-ാം നമ്പർ കാഫിറാണ് എന്ന് തന്നെയാണല്ലോ നിങ്ങളുടെ വാദം. അല്ല വേറൊരു മുസ്ലിയാരും കൂടി പറയണ്ട, അതും കൂടി നമുക്ക്. ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളില്ലെന്ന്. ആരാ പറഞ്ഞത് ഒരു മുസ്ലിങ്ങളാണെന്ന്? അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നമസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവര് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം, അവരുമായിട്ട് ഒരു ഇടപാടിലും നമ്മൾ പെടാൻ പാടില്ല, അവരുമായിട്ട് അവര് വേറെ നമ്മൾ വേറെ. വല്ലാത്ത ജാതി. അല്ല നിങ്ങൾ ഈ മുഖാമുഖ നാടകത്തിലുള്ള പല ഗ്രൂപ്പുകളിലെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഏത് ഗ്രൂപ്പിൽ പെട്ടതാ ഈ ശൈത്താൻ? കോലം കണ്ട വലല്ലാലിയും കുപ്പായും ടീമിൽ പെട്ടതാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും അവൻ പറഞ്ഞ എന്താ, ഒരു ഇടപാടും പാടില്ല എന്നാ നേതൃത്വത്തിലുള്ള ആൾക്കാരൊക്കെ ചെയ്തു കൂട്ടിയതൊക്കെ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആവർത്തിക്കുന്നില്ല. അണികളോടൊന്നും നേതൃത്വം മറ്റൊരു കോലത്തിലും. ഒന്നും കൂടി ഞാൻ വെച്ചുതരാം. പാച്ച വർഗീയതയും പറഞ്ഞൊരു മോയന്ത് സംസാരിക്കുന്നത് കേട്ടോ. അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം വാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടണ്ട, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് അവൻ വെള്ളം കേട്ടാൽ കൊടുക്കണം, ഭക്ഷണം കേട്ടാൽ കൊടുക്കണം. നിങ്ങൾ താജുശ്ശേരി ആലിക്കുഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-ക്കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല. കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത്, രോഗികളായാൽ സന്ദർശിക്കരുത്. നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ പോട പുറത്ത് വരും, മെല്ലെ കപ്പന മാതിരി പൂച്ച സന്യാസിയായിട്ട് വരും നമ്മളെ പരിക്ക്. നമ്മളെ പോലെ ആരെങ്കിലും മരിച്ചാൽ മെല്ലെ വരും. എന്തിനാടാ നീ ഇവിടെ വരുന്നത്? പുറത്ത് ഗെറ്റ് ഔട്ട് എന്ന് പറയണം സഹോദര. അതിന്റെ ധൈര്യം കാണിക്കണം നമ്മൾ. അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സലഫികൾ അടങ്ങി മൂലക്കിരിക്കും. അവന്റെ ചങ്ങായിപ്പാടാക്കിയിട്ട്, അവന്റെ കച്ചവടത്തിന് പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട്, അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട്ണറായിട്ട് സുന്നികളെ കബളിപ്പിക്കാൻ
കുറെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്. ഉസ്താദ് അങ്ങനെ നോക്കിയ കാവുട ബിസിനസ് അല്ലേ? ബിസിനസ് ഹലാലാകണ്ടേ? ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ? ആഖിറത്ത് നന്നായിട്ട് മരിക്കണ്ടേ? ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും തബ്ലീഗുകാരോ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. ഡേഞ്ചർ വിഭാഗമാണ് അവർ. അവരെ നായി തൊട്ട കലം പോലെ മൂലയിൽ കൊണ്ടുപോയി വെക്കണം. അവരൊരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം. ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല. അവനൊരു സലഫി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല. അത്രയും ഡേഞ്ചർ ഉണ്ട് സഹോദര. അവന്റെ കാറ്റടിച്ചിട്ടാണ് അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല. ശംസുൽ ഉലമ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സമസ്ത 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പള്ളി ബിൽഡിംഗ് ആണ്. എന്താ ആവേശം! വേറെ മോയന്ത് പറഞ്ഞിട്ടുണ്ട് പള്ളി കക്കൂസാണെന്നും. എന്തൊക്കെയാണ് നായി തൊട്ട കലം പോലെയാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. കുരിപ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനതൊന്നും വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല. നിങ്ങൾ ഏതായാലും കേട്ടതാണല്ലോ. ഇങ്ങനെയൊക്കെ വർഗീയതയും വിഭാഗീയതയും ശത്രുതയും ഒക്കെ സമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞു വെച്ചിട്ട് ഈ കുബൂരി നേതാക്കന്മാർ ഈ പറയുന്ന രൂപത്തിലാണോ ജീവിക്കുന്നത്? ഇവർ മുജാഹിദുകളെ കണ്ട സലാം പറയാറില്ലേ, കൈപിടിക്കാറില്ലേ, കുശലാന്വേഷണം നടത്താറില്ലേ? ഷെയ്ഖ് സുദേശിന്റെ അടുക്ക പോയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ ഹുസൈൻ മടവൂരിന് കൈകൊടുത്തതും സലാം പറഞ്ഞതൊക്കെ കണ്ടതാണല്ലോ. അണികളിടയിൽ വച്ച വർഗീയത ഇതും പറയാ. ഇവർ ഈ രീതിയിൽ മാത്രമൊന്നല്ല, ഇവർ തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇവർ ഈ ഒന്നിച്ചിരുന്നൊന്നും നോക്കണ്ട. ഇതൊക്കെ നാടകം തന്നെയാണെന്ന് പറഞ്ഞതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഇവർ ഈ ഒന്നിച്ചിരിക്കുന്നൊന്നും നോക്കണ്ട. ഇവരുടെ ഉള്ളാള കുഞ്ഞിക്കോയ എന്ന് പറയുന്ന AP സമസ്തയുടെ മൗലാർ EK സമസ്തന്റെ നേതാവിനെ കുറിച്ച്, അതും അതായത് നേരത്തെ ഞാൻ പറഞ്ഞ മജിദുബായ് ഷെയ്ഖ് ഉണ്ടല്ലോ, ആ പ്രാന്തം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടതാണ്. എന്നാലും എന്നെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ള അവസ്ഥയ്ക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാപ്പറാക്കി ഉസ്താദിനെ കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലേ? എന്നിട്ട് ഉള്ള ആൾക്കാരെന്നെ നമുക്ക് ചെയ്യാൻ കഴിയോ? ഒന്നും കുഞ്ഞില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ എന്നൊക്കെ കത്തയിൽ നോക്കി ഓരൊക്കെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫറാക്കിയാണ്. ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരിന്റെ അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ആണെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് പാൽ തോന്നിച്ചെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാണ്. സലാം ചൊല്ലി സലാം മളിക്കും. സലാം മളിക്കിന്റെ ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു പോകണം. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, ആയിരിക്കും അറിയ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റ് ഒക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വരുത്താൻ വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോ ഓന്റെ വലിയ ശിഷ്യനുണ്ടായി പോയി വന്നതിന് അവന്റെ നാവില്ല. കാരണം ഇവന്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മുഖാമുഖ നാടൻ നടത്തിയ മൊത്തം ടീമുകളുടെയും ഔലിയാക്കന്മാരാണ് ഈ പറയപ്പെട്ട മൂന്നാളുകളും. ആര്? ശംസുൽ ഉലമയാകട്ടെ, ഉള്ളാളം കുഞ്ഞിക്കോയാകട്ടെ, CM മടവൂരാകട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും ഔലിയാക്കന്മാരാണ് ഈ പറയുന്ന മൂന്നാളുകളും. എന്താണിപ്പോൾ കുഞ്ഞിക്കോയ പറഞ്ഞത്? അതായത് AP-ക്കാരുടെ ഔലിയ കുഞ്ഞിക്കോയ. EK-ക്കാരിപ്പോൾ മാപ്പ് കൊടുത്തിട്ടില്ല പറഞ്ഞ കാരണത്താൽ. ശംസുൽ ഉലമയെ കുറിച്ച്, അതായത് EK സമസ്തയുടെ ഔലിയായ ശംസുൽ ഉലമയെ കുറിച്ച് ഈ പറയുന്ന ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെയും ഉസ്താദാണ് എന്നാണ് അറിവ്. അങ്ങനെയുള്ള ശംസുൽ ഉലമയെ കുറിച്ച് CM മടവൂർ പറഞ്ഞു അത്രേ കഫറ. എന്ത്
കഫറ. കഫറക്ക് പല അർത്ഥമുണ്ട്. കഫറക്ക് പല അർത്ഥമുണ്ട്. കർഷകൻ എന്നൊക്കെ അർത്ഥമുണ്ട്. കത്തും കൂത്തും കിത്തും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല അർത്ഥമുണ്ട് എന്നിട്ട് സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ വിട്ടോ? ഇല്ല, വിട്ടില്ല. നാട്ടികവി മൂസ മുസ്ലിയാർ പറഞ്ഞു. എന്ത് പറഞ്ഞു? അന്ത അലൽ ഹക്ക്, ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന കഫറക്ക് എന്താണ് അർത്ഥം പോന്നു തങ്ങളെ എന്ന്. അപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഉള്ളാളം കുഞ്ഞിക്കോയത്തങ്ങ CM മടവൂർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ കാഫിറാണ് എന്ന് പറഞ്ഞു. അത് ഇന്നും സമസ്തക്കാർ, EK സമസ്തക്കാർ മാപ്പ് കൊടുത്തില്ല. അവരുടെ ഡോക്യുമെന്ററി ഒക്കെ ഉണ്ട്. ഞാൻ വീഡിയോന്റെ ലെങ്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ മുജാഹിദുകൾ മാത്രമല്ല ഇവർക്ക് കാഫിർ, ശംസുൽ ഉലമയും ഇവർക്ക് കാഫിറാണ്. ഒറ്റ ആശയത്തിന്റെ ആളാണ്, ഒറ്റ ബിദഅത്തിന്റെയും ഒറ്റ ഖുറാഫത്തിന്റെ ആളുകളാണ്. കോക്ടെയിൽ രൂപത്തിലാണ് ഇപ്പോൾ മുഖാമുഖം നടത്തിയിട്ടുള്ളത്, നാടകം നടത്തിയിട്ടുള്ളത്. EK കാഫിറാക്കിയ വിഷയത്തിലേ ഇവർ പണ്ടൊരു പത്ര കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വായിക്കണം. ഇല്ലെങ്കിൽ ഇത് കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂല. ആ കാര്യമാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്താ ഇതിൽ പറയുന്നത്? വലിയുല്ലാഹി മക്കാം ഷെരീഫ് കമ്മിറ്റി, ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ഉള്ളാൾ ഉറൂസിൽ വെച്ച് കുഞ്ഞിക്കോയ തങ്ങൾ പ്രസ്താവിച്ചത് അങ്ങേയറ്റം വേദനാജനകവും മുസ്ലിം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് മടവൂർ CM വലിയുല്ലാഹി മക്കാം ഷെരീഫ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ആര് ചൂണ്ടിക്കാട്ടിയത്? വലിയുല്ലാഹി CM മക്കാം കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ CM വലിയുല്ലാഹിയുടെ പേര് വലിച്ചേക്കാൻ ശ്രമിച്ചത് ശംസുൽ ഉലമയും CM വലിയുല്ലാഹിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. അപ്പോൾ ഉള്ളാളം കുഞ്ഞിക്കോയ എന്ന് പറയുന്ന AP സമസ്തയുടെ ഔലിയ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്നാണ് ആര് പറയുന്നത്? വലിയുല്ലാഹി മക്കാം ഷെരീഫ് കമ്മിറ്റി. മനസ്സിലായല്ലോ? അജ്ഞത കൊണ്ടാണ്. CM വലിയുല്ലാഹിയും ശംസുൽ ഉലമയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള അജ്ഞത കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കാരണം. മഹാന്മാരായ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ താറടിച്ച് സ്വയം വലുതാവാനുള്ള അഹന്ത കൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകൾ ഗുരുതരമായ ഭവിഷ്യത്തിന് കാരണമായി തീരുമെന്ന് പ്രമേയം ഓർമ്മപ്പെടുത്തി. അല്ലാത്ത പ്രമേയമൊക്കെയാണ് വന്നത്. മനസ്സിലായല്ലോ? ഇത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇനി അടുത്തത് നമ്മുടെ സമസ്താലയത്തിന്റെ ഒരു ഫത്വയാണ്. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. എന്താണ് ആ ഫത്വയിൽ പറയുന്നത്? നമുക്കൊന്ന് വായിക്കാം. എന്താണ്? സിറാജ്. ഏത് സിറാജ്? APക്കാരുടെ സ്വന്തം സിറാജ്. ആ സിറാജിൽ എന്താ പറയുന്നത്? സിറാജിൽ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ? റെഡ് ലൈനിട്ട ഭാഗം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? എന്താ പറയുന്നത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങളും മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതെടുത്ത് വായിക്കാൻ വേണ്ടി കാരണം. മനസ്സിലായല്ലോ? ഞങ്ങളും മറന്നിട്ടില്ല. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ. ഈ പറയുന്ന പണി റഹ്മത്തുള്ള കാസിമി എടുത്തിട്ടില്ലേ? എത്ര മുസ്ലിയാക്കന്മാർ ഈ ഖുർആൻ പരിഭാഷ എടുത്തിട്ടുണ്ട്? അത് എഴുതിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മാത്രമല്ലല്ലോ മുർത്തദും കാഫിറാകുക, ബാക്കിയുള്ളതും കൂടി ആണ്ടേ. എന്തോ കഥയിൽ ചോദ്യമില്ല. ഏതായാലും കൂറ്റനാട് മുസ്ലിയാർ മുജാഹിദ് അല്ലല്ലോ, സമസ്തയിൽ തന്നെയാണല്ലോ. അന്നേരം ഒരു കാഫിറിനും കൂടി നമുക്ക് കിട്ടി. മുർത്തദാണ് കാഫിറുമാണെന്നും സമസ്തയുടെ ഫത്വയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണല്ലോ. എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണല്ലോ, ഒറ്റ ആശയത്തിന്റെ ആളുകൾ തന്നെയാണല്ലോ. മുസ്ലിയാർ നേരത്തെ പറഞ്ഞു ആരും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ കൂറ്റനാട് കാഫിർ, EK കാഫിർ. അപ്പോ കാഫിറാക്കൽ പ്രക്രിയ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനം കണ്ടെത്തണ്ട. ഈ ടീമാണ് മുജാഹിദുകളെ കാഫിറാക്കാൻ ശ്രമിക്കുന്നത്. അത്ഭുതമൊന്നുമില്ല. ഈ കുബൂരി പുരോഹിതന്മാരുടെ കരിഞ്ചന്തയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് സമൂഹത്തെ വഴിതെറ്റിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെയും പ്രബോധകരെയും ഒക്കെ കാഫിറുകളാണെന്ന് ഇവർ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇവരുടെ സംഘടനാ കാര്യത്തിൽ ആദർശപരമായിട്ടല്ല, നേരത്തെ മൗലാർ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണെന്ന്, ആദർശപരമായ കാര്യത്തിൽ പോലും അല്ല ഇവർ തമ്മിൽ തെറ്റിയത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറും മുശ്രിക്കുമാക്കി നടന്നവരാണ് ഈ ടീംസ്. ഞങ്ങളെ കാഫറാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പോൾ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതിൽ പറയുന്നത് വഹാബികളും മൗദൂദികളും കാദിയാനികളും അറുത്ത സാധനങ്ങളെല്ലാം നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളേക്കാൾ കടുത്ത കാഫറുകളാണെന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒറിജിനൽ കാഫറുകളെക്കാളും ഡേഞ്ചർ കാഫറുകളാണ് വഹാബികൾ എന്നൊക്കെയാണ് പുരോഹിതവർഗം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പുസ്തകം ഏതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ മുജാഹിദുകളാണ് ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നത്, കാഫറാക്കുന്നത് എന്നൊക്കെ പറയുന്ന മുസ്ലിയാക്കന്മാരോടും ഈ മുഖാമുഖം നാടകം നടത്തിയവരോടും ഇതിന് സ്വാഗതം പറഞ്ഞവരോടുമൊക്കെയായി
ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മുജാഹിദുകൾ 8ഉം 10ഉം ഗ്രൂപ്പുകളായി എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കി ഡയലോഗ് അടിക്കുന്ന സമയത്ത് സ്വന്തം നേതാക്കന്മാർ എന്തൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചത് എന്നും എന്തൊക്കെയാണ് പ്രസംഗിച്ചു വെച്ചതെന്നും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ ഒന്ന് പഠിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് ഈ പറയുന്ന പരിപാടികൾ, കലാപരിപാടികൾ, നാടകമൊക്കെ നടത്തുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.